പഠിത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോഴാണ് നമ്മൾ പണ്ട് പഠിക്കാൻ പോയതിൻ്റെയൊക്കെ വില മനസ്സിലാവുന്നത്. കൂട്ടുകാരുമായിട്ട് കളിച്ചതും കുസൃതികളും കുറുമ്പുകളും ഒക്കെ കാണിച്ച് അടിയൊക്കെ കുറേ മേടിച്ചു കൂട്ടിയതും അങ്ങനെയെല്ലാം ഇപ്പോൾ ഒരു നൊസ്റ്റാൾജിയ ആയിട്ട് മാറി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് ചെയ്യും, എങ്ങനെ സമയം പോകുമെന്ന് ആലോചിച്ചിരിപ്പാ. വീട്ടിൽ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യുമെങ്കിലും നമുക്ക് ഒരുപാട് സമയം ബാക്കിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഡൂഡിൽ ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് തോന്നാറ്. ചുമ്മാതിരുന്ന് മൂഡ് ഓഫും ടെൻഷനും ബോറടിയും ഒക്കെ ആക്കുന്നതിന് പകരം ഇതുപോലെ ഒരു ബുക്കൊക്കെ വാങ്ങി നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചിത്രമൊക്കെ വരക്കുമ്പോൾ ഒരു രസം. പിന്നെ ചിത്രം വരക്കാൻ വലിയൊരു ആർട്ടിസ്റ്റ് ആവണമെന്ന് തന്നെ ഇല്ലല്ലോ. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചിത്രം വരക്കുമ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ വരക്കാം. അങ്ങനെയാണ് ഞാൻ ഈ ഡൂഡിൽ ആർട്ട് ചെയ്തു തുടങ്ങിയത്. ചെയ്ത് ഇപ്പോൾ ഓരോ ദിവസവും വ്യത്യസ്തമായ ഡൂഡിൽ ആർട്ട് ചെയ്യണമെന്നാണ് ഇപ്പം എനിക്ക് ആഗ്രഹം. കാരണം ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര റിലീഫ് തരുന്ന ഒരു സംഭവമാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് വരക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ഏകാഗ്രത തോന്നും മനസ്സിന്. കുറേ കാട് കയറി എന്നെപ്പോലെ ചിന്തിക്കുന്നവരൊക്കെ ആണെങ്കിലേ ഇങ്ങനെ വരച്ച് നോക്കുന്നത് എന്തുകൊണ്ടും പെർഫെക്റ്റ് ആയിരിക്കും. കാരണം നമ്മൾ ഒരുപാട് ചിന്തിക്കുന്ന സമയമെടുത്ത് ആ സമയം നമ്മളിങ്ങനെ വരക്കാനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വരകളിൽ നമ്മുടെ കൈയുടെ ചലനങ്ങളിലൊക്കെയല്ലേ നമ്മുടെ കോൺസെൻട്രേഷൻ പോകുന്നത്. അപ്പം അത് നമ്മുടെ ചിന്തകളെയൊക്കെ മാറ്റി നമുക്ക് നല്ലൊരു സന്തോഷം തരും. സന്തോഷം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കാട് കയറി നമ്മൾ ചിന്തിക്കണ്ടല്ലോ. കാട് കയറി ചിന്തിക്കുമ്പോഴാണല്ലോ ഈ വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് ഇതുപോലെ ഡൂഡിൽ ആർട്ട് ചെയ്യുക എന്നുള്ളത്. എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ഡൂഡിൽ ആർട്ടും വളരെ സിമ്പിളല്ലേ. കാണാത്തവരൊക്കെ കണ്ടു നോക്കണമെങ്കിൽ. പിന്നെ ഇന്നത്തെ എൻ്റെ ഡൂഡിൽ ആർട്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആർട്ട് ഇഷ്ടപ്പെടുന്നവരും വരക്കാനൊക്കെ താല്പര്യമുള്ളവരൊക്കെ കൂടെ കൂടിക്കോളി. നമുക്കിതുപോലെ സിമ്പിളായിട്ടുള്ള ഐഡിയാസൊക്കെ ആയിട്ട് എപ്പോഴും കാണാമല്ലോ. ഇതാണ് എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഗൈസ്? ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും. ഓക്കെ.